ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ കുട്ടിപ്പട്ടാളങ്ങൾ കണ്ണാടിയുമായിട്ടാണ് ഇന്നത്തെ കളി. ഒരാൾക്ക് ഒരു കണ്ണാടി എടുത്താൽ അടുത്ത ആൾ ഒരു കണ്ണാടിക്ക് കരയും. അങ്ങനെ രണ്ടുപേർക്ക് രണ്ട് കണ്ണാടി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിരുത്തി. അത് കഴിഞ്ഞിട്ട് കാർട്ടൂൺ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം. ചിലപ്പം കാണും, ചിലപ്പം കാണില്ല. ഈ കാണുന്നത് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടെ കേട്ടോ. കാണുമായിരുന്നു, എന്തൊക്കെയോ കാണും. അത് കഴിഞ്ഞെന്താ മുറ്റത്തൂടെയായി അടുത്ത കളി. അവൻ അത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ കളി കണ്ടുകൊണ്ടിരുന്ന ഇന്ന് എൻ്റെ ജോലികളൊന്നും നടക്കില്ല. അതുകൊണ്ട് പിന്നെ നാളത്തേക്കുള്ള മലക്കറികൾ അരിഞ്ഞ് വയ്ക്കാമെന്ന് കരുതി. നമുക്കാണെങ്കിൽ എന്നൊരു യാത്രയുണ്ട് കേട്ടോ. യാത്രയല്ല, നിച്ചുവിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോഴേ വന്നാൽ പിന്നെ എപ്പോൾ വരണമെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് വിചാരിച്ചു എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയാൽ പിന്നെ വന്ന് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ പോകാൻ വേണ്ടി ഒരുങ്ങിയിരുന്നിട്ടുള്ള കോപ്രായങ്ങളാണ് ഇത് കാണുന്നത്. എവിടെ പോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആശുപത്രി പോയിട്ട് വന്നേ കേട്ടോ. പോയതിൻ്റെ കാരണമൊക്കെ പറയാമേ. അത് കഴിഞ്ഞിട്ട് അമ്മ സർബത്ത് ഉണ്ടാക്കി വെച്ചിരുന്നു. ആ സർബത്തും കുറച്ച് കുടിച്ച് അങ്ങനെ ഇരുന്നു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മൾ ആശുപത്രി പോയത് എന്താണെന്ന് വെച്ചാൽ നിച്ചുവിന് 1.5 വയസ്സിന് ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. അത് അവിടുന്ന് ഇൻഫെക്ഷനായി. അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസം കഴിയുമ്പോൾ 5 ദിവസം കഴിയുമ്പോൾ പോവേണ്ടതായുണ്ട്. ഇന്ന് അവരാണെങ്കിൽ നല്ല പിതുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവിടെ പഴുപ്പ് കെട്ടി അങ്ങനെ കുറച്ച് സീനൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഓക്കെ വരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ തൊടുമ്പോൾ വേദന ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും. ഒരു കുഴപ്പമില്ലാത്തടത്ത് തൊട്ടാലും അവന് വേദന ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അവൻ വേദന ഉണ്ടെന്നേ പറയുള്ളൂ. അതുകൊണ്ട് എന്താണ് സത്യം എന്താണ് കള്ളമെന്നൊന്നും അറിയില്ല. കുഞ്ഞുങ്ങളല്ലേ, അവർക്കറിയില്ല. ആ വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ വിചാരിച്ചു മത്തി പൊരിച്ച് അവന് ചോറ് കൊടുക്കാമെന്ന്. അങ്ങനെ മത്തി പൊരിച്ച് നിച്ചുവിന് ചോറും കൊടുത്ത് നിച്ചുവിനെ അങ്ങനെ ഇരുത്തി. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നിച്ചുവിനെ കുളിപ്പിച്ചത്. നിച്ചുവിനെ കുളിപ്പിച്ചിട്ട് അമ്മ ചോറ് കഴിക്കുന്ന കണ്ട് അമ്മയുടെ അടുത്ത് വന്നിരുന്ന് ചോറൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണ്. ഇത് ചന്ദനക്കുറിയൊക്കെ എന്ന് വെച്ചാൽ പപ്പ കോവിലിൽ പോയിട്ട് വന്ന ചന്ദനക്കുറി ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് ചെവിയിൽ ബൂം വെച്ചുകൊണ്ട് ആൾ ഇരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ പോയി നിച്ചു ഐസ്ക്രീം കുടിക്കുന്നതാണ് ഇത് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.